ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്ന റെസിപ്പിയാണ് ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ. അപ്പോൾ ഇവിടെ വാഴയില കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. അപ്പോൾ 2 ഇല എൻ്റെ ചെറിയ വാഴയിൽ വന്നപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി കളയാം എന്ന് ഞാനൊന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം മീൻ വറുത്തെടുക്കുകയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീര് ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നാരങ്ങ നീര് ഒരുപാട് കൂടി പോകാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇനി അങ്ങനെ തീരെ എന്നിട്ടും നമുക്ക് പേസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 തുള്ളി വെള്ളം ഒഴിച്ചാലും മതിയാവും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന മീനെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി പോലത്തെ ഒരു ചെറിയ മീനാണ്. അങ്ങനെ ടേസ്റ്റിന് കുറവൊന്നുമില്ല, പക്ഷേ ഫ്രോസൺ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റൊന്നുമില്ല, എന്നാലും നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ ഞാൻ ഓർത്തു നാട്ടിലെ നല്ല മീനുകളൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയപ്പോഴും. അപ്പോൾ ഈ മീനുകൾ എനിക്ക് 3 എണ്ണമാണ് ഉണ്ടായിരുന്നു. ഒരു മീഡിയം സൈസ് 3 കഷ്ണമായിട്ട് മുറിക്കുന്ന രീതിയിലുള്ള മീനായിരുന്നു. അതെല്ലാം ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഒന്ന് വെച്ചു. അതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ വെക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിടിക്കാനുള്ളൊരു സമയമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം നമുക്ക് വെക്കാം. അപ്പോൾ മീനെല്ലാം ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെച്ചു. അതിനുശേഷം ഞാനൊരു വലിയ പാനിലാണ്, സാധാരണ യൂസ് ചെയ്യാത്തൊരു പാനിലാണ് ഞാനിന്നത് വറുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതെല്ലാം കൂടി എനിക്ക് ചെറിയ പാനാണെങ്കിൽ കുറേ പ്രാവശ്യം ഇത് ഇടണമല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ ഇതങ്ങനെ അടി പിടിക്കത്തില്ല, കുറച്ചുകൂടി എളുപ്പമായിട്ട് വറുത്തെടുക്കാൻ പറ്റുന്നൊരു വിസ്താരമുള്ള പാത്രമാണ്. അതുകൊണ്ട് ഞാനിതെടുത്തു. അങ്ങനെ ഞാൻ അടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഈ മീനൊന്ന് ഇട്ട് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ മീനൊരു സാധാരണ മീൻ വറുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 3/4 ഭാഗം വറുത്താൽ മതി, കംപ്ലീറ്റ് അങ്ങ് ഹാർഡായിട്ട് വറുക്കണ്ട. സാധാരണ വറുക്കുന്നതിലും ഒരു ഇച്ചിരി കൂടി കുറവായിട്ട് നിന്നാൽ മതി. എന്നിട്ട് ഞാൻ അതെല്ലാം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് കറിയാക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ മീൻ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം മറിച്ചിട്ടു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഒരു 3/4 ഭാഗം മൂപ്പായി കഴിയുമ്പോഴത്തേക്കും ഞാനിതൊന്ന് പേപ്പർ ടവലിലേക്ക് മാറ്റി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. അതിനുശേഷം എൻ്റെ കുഞ്ഞു വാഴയിൽ നിന്നുള്ള 3 ഇലകളാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. കാരണം ചെറുതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വലിയ ചട്ടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉരുകിക്കോളും. ഇതിന് വേറെ ഒന്നും നമുക്ക് വേണ്ട. ഞാൻ തലപ്പാൽ മാത്രമാണ് ശരിക്കും ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അര മുറിയുടെ തേങ്ങ എടുത്തിട്ട് അത് ഞാൻ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ മാത്രമേ ശരിക്കും ഈ കറിക്ക് വേണ്ടി വേണ്ടൂ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇത് ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇലക്കകത്തിരുന്ന് വേവുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല ആ ഇല വാടി വരുമ്പോഴൊരു ടേസ്റ്റൊക്കെ ഇതിന് പ്രത്യേകിച്ച് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഷെഫ് പിള്ളയുടെ ഈ റെസിപ്പി കണ്ടപ്പോൾ മുതലേ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ആ എണ്ണ ഉരുകി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ മീനെല്ലാം നന്നായിട്ടൊന്ന് എല്ലാത്തും നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല വലിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് നിരത്തി കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. ആക്ച്വലി നമ്മുടെ ഫിഷ് മോളിയേക്കാളും ആക്ച്വലി ടേസ്റ്റി ആയിരുന്നു ഇത്. ഞാൻ ഏകദേശം 2 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ചെറിയതായിട്ട് അരിഞ്ഞത് അതിൻ്റെ മുകളിൽ വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചമുളക് കീറിയതും നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പച്ചമുളകിന് അത്ര എരിവില്ലാത്തത് കൊണ്ട് ഞാൻ 6 ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കിത് ചേർക്കാവുന്നതാണ്. ഇതിന് ശേഷം ഞാൻ ഏകദേശം 2 കപ്പോളം എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പം കുറച്ച് തലപ്പാലും കുറച്ച് വെള്ളം കൂടി അടിച്ചിട്ട് നേരിതാക്കി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചാറുണ്ടാവും. ഇത് ഞാനിങ്ങനെ തിക്കായിട്ടുള്ള പാലിൽ തന്നെ അവർ തന്ന ആ റെസിപ്പി തന്നെ ചെയ്തതുകൊണ്ട് കുറച്ച് ചാറ് കുറവായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ആ ചാറ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേശ്ശെയായിട്ട് അത് ആ മീനിൻ്റെ മുകളിലേക്ക് ഇന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇത് മൂടി ഒരു 20 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് നിർവാണ റെഡിയാവും. ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കൂടുതൽ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. 1-2 കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ. തേങ്ങാപ്പാൽ തലപ്പാൽ തന്നെ വേണമെന്നില്ല. തലപ്പാലിൻ്റെ ഒപ്പം 2ാം പാലും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാറൊക്കെ വേണ്ട കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീട്ടത്തിൽ ഇതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മീൻ ഒരുപാട് വറക്കാതിരിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈ ചാറിനകത്ത് വെന്ത് നമുക്ക് കുറുകി കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം വെന്ത് കുറുകി റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അപാര രുചിയുള്ള ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ഷെഫ് പിള്ളയുടെ റെസിപ്പി ആയതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ സമയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.